ഹായ് നമസ്കാരം. നമ്മൾ പ്രവൃത്തിയും ഊർജ്ജവും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രവൃത്തിൻ്റെ പരിപാടി ഫുള്ളായിട്ട് കഴിഞ്ഞ് ഊർജ്ജം തുടങ്ങി. ഊർജ്ജത്തിലെ കുറേ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്ത് പഠിക്കാൻ വേണ്ടി യാന്ത്രികോർജ്ജം പ്രധാനമായിട്ടും സ്ഥിതികോർജ്ജം ഗതികോർജ്ജം എന്ന് പറഞ്ഞ് രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ സ്ഥിതികോർജ്ജം തന്നെ സ്ഥാനം മൂലവും ലഭിക്കാം, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലവും ലഭിക്കാം. ശരി, സ്ഥാനം മൂലം ലഭിക്കുന്ന സ്ഥിതികോർജ്ജത്തെ നമ്മൾ MGH എന്നൊക്കെ വിളിക്കും. MGH അത് കണ്ടുപിടിക്കാനുള്ള സമവാക്യം MGH. സ്ഥിതികോർജ്ജം എങ്ങനെയാണ് കാണിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EP എന്നുള്ള അക്ഷരം ഉപയോഗിച്ചിട്ട് എന്ന് വലുതാക്കി എഴുതുക, അതിൻ്റെ താഴെയായിട്ട് P, EP പൊട്ടൻഷ്യൽ എനർജി, അതാ IP. ഗതികോർജ്ജം എങ്ങനെ കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് EK ആണ്. EK കൈനറ്റിക് എനർജി എന്നത്. കൈനറ്റിക് എനർജി ആ അക്ഷരങ്ങൾ അവിടെ നോക്കി വെക്കുക. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി എന്ന് പഠിക്കണമെന്നില്ല. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നിങ്ങൾ എന്താ ഉറപ്പായിട്ടും പഠിക്കണം. അവരങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. ശരി, സ്ഥിതികോർജ്ജം EP കാണാനുള്ള സമവാക്യം MGH ആണെങ്കിൽ ഗതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള സമവാക്യം 12 mv², അര mv². അത് ചുമ്മാ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ 12 mv² വന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അര mv² ഉപയോഗിച്ചിട്ട് ഗതികോർജ്ജം കണ്ടുപിടിക്കുക. EK = അര mv² ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ബാക്കിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ അത് ചലിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വസ്തുക്കൾക്ക് അവയുടെ ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം എന്ന് പറയാം. അപ്പോൾ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാറ്റിലെ, കൊടുങ്കാറ്റ് എന്നെല്ലാം പറയുന്ന ചുഴലിക്കാറ്റ് എന്ന് പറയുന്ന സാധനമല്ലേ, അതിനും ഈ ഒലിച്ചു വരുന്ന വെള്ളത്തിൻ്റെ അകത്തൊക്കെ ഉണ്ടാവുക ഗതികോർജ്ജമായിരിക്കൂലേ. അത് ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ, വളരെ ശക്തിയിൽ ചലിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് നല്ലോണം ഗതികോർജ്ജം ഉണ്ടാവും. ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് പറയേണ്ടത് വസ്തുവിൻ്റെ മാസാണ്. വസ്തുവിൻ്റെ മാസ്. രണ്ടാമതായിട്ട് എന്ത് പറയാം, വസ്തുവിൻ്റെ പ്രവേഗം. പ്രവേഗത്തിന് V എന്നുള്ള അക്ഷരം വെച്ചല്ലേ കാണിക്കുക. മാസ് M, പ്രവേഗം V. അപ്പോൾ മാസും പ്രവേഗവുമാണ് നമ്മുടെ ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും അര mv² ആണ് ഇത് കണ്ടുപിടിക്കാനുള്ള സമവാക്യം. അപ്പോൾ ഈ സമവാക്യം നോക്കിയാൽ തന്നെ മനസ്സിലാവും എമ്മും വിയും അല്ലേ. വീൻ്റെ കൃത്യമായിട്ട് പറഞ്ഞാൽ V². എമ്മും വിയും, അതായത് മാസും പ്രവേഗവുമാണ് ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ ഒരു ചെറിയ പരീക്ഷണം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു തറനിരപ്പാന്ന് വിചാരിക്കാം. ഇവിടെ ആയിട്ട് എന്ത് വെക്കുന്നു, ഒരു കാലിപ്പെട്ടി വെക്കുന്നു. വലിയ കനമൊന്നുമില്ലാത്ത വേറൊരു പെട്ടി. ഇനി ഈ പെട്ടിയിലേക്ക് ഒരു വലിയ ബോൾ പോലെയുള്ള എന്തോ ഒരു സാധനം വന്ന് ഇടിക്കുകയെന്ന് വെച്ചോ. ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് ഇതിനെ കൊണ്ടുപോയി ഇടിക്കുകയെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരു നോർമൽ സ്പീഡിൽ ഒരു വേണമെങ്കിൽ ഒരു 10 m/s വെച്ചോ. ഇത് വരുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോൾ പോലത്തെ ഈ സാധനം അല്ല, ഈ ഗോളം ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രവേഗം ഒരു 10 m/s വെക്ക്. 10 മീറ്റർ സ്പീഡിലാണ് അത് പോകുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെ പോയി ഇതിനെ കൊണ്ടുപോയി ഇടിക്കും. ഇടിച്ചു കഴിഞ്ഞാൽ ഈ കാർബോർഡിൻ്റെ പെട്ടി അല്ലെങ്കിൽ ഈ പെട്ടി കുറച്ചൊന്ന് മുന്നിലേക്ക് നീങ്ങും. ഇനി ഈ ബോൾ ഉരുണ്ട് വരുന്ന അല്ലെങ്കിൽ ഈ ഗോളം ഉരുണ്ട് വരുന്നതിൻ്റെ സ്പീഡ് കൂട്ടി, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രവേഗം കൂട്ടി എന്ന് വിചാരിക്കുക. അതായത് നേരത്തെ 10 പോയെ, ഇപ്പോൾ 20 m/s ഈ ബോൾ പോയി ഇടിക്കുന്നതെന്ന് വിചാരിക്കുക. 20 m/s പ്രവേഗം ഉപയോഗിച്ചിട്ടാണ് ഈ ബോൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നേരത്തെ പോലെ ഇവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഈ പെട്ടി കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങും. നേരത്തെ ഒരു ഇത്തിരി ദൂരെ പോയിട്ടുള്ളെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ ദൂരം മുന്നോട്ട് പോയതായിട്ട് കാണാം. ഇനി ഈ ഗോളത്തിൻ്റെ മാസ് ഒരു 5 കിലോഗ്രാം ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. 5 കിലോഗ്രാം മാസുള്ള ഒരു ഗോളമാണ് ഇത് വന്നിടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ദൂരം മുന്നോട്ട് പോകും. പെട്ടി കുറച്ച് ദൂരം മുന്നോട്ട് പോകും. ഇനി ഇതിൻ്റെ മാസ് നമ്മൾ കൂട്ടി ഒരു 10 കിലോഗ്രാം ആക്കി മാറ്റി. 10 കിലോഗ്രാം ആണ് നിലവിൽ ഇതിൻ്റെ മാസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇത് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് ഇച്ചിരിയും കൂടെ ദൂരത്തേക്ക് പോകില്ലേ. ഈ പെട്ടി കുറച്ചും കൂടെ ദൂരത്തേക്ക് തെറിച്ച് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ പെട്ടി ഇങ്ങനെ ദൂരോട്ടേക്ക് കൂടുതൽ ദൂരത്തിലേക്ക് തെറിച്ച് പോകാനുള്ള കാരണം ഈ വന്ന് ഇടിക്കുന്ന ആൾക്ക് എന്തൊക്കെയോ മാറ്റം വരുന്നതുകൊണ്ടാണ്. ആദ്യം നമ്മൾ മാറ്റി നോക്കിയത് പ്രവേഗം കൂട്ടി നോക്കിയപ്പോൾ ഈ പെട്ടി കൂടുതൽ ദൂരത്തേക്ക് തെറിച്ച് പോകുന്നതായിട്ടാണ് കണ്ടത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്ത്, അതിൻ്റെ മാസിൽ, ഈ ഉരുണ്ട് വരുന്ന ഗോളത്തിൻ്റെ മാസിൽ നമ്മൾ മാറ്റം വരുത്തി മാസ് ഒന്ന് കൂട്ടി നോക്കി. മാസ് കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു, നേരത്തെ പോലെ തന്നെ പ്രവേഗം കൂട്ടിയപ്പോൾ ഉള്ള പോലെ തന്നെ ഈ പെട്ടി ഇച്ചിരി കൂടെ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നതായിട്ട് കണ്ട്, അല്ലെങ്കിൽ തെറിച്ച് പോകുന്നതായിട്ട് കണ്ട്.
അപ്പോൾ ഈ പെട്ടി ഇങ്ങനെ തെറിച്ച് പോകുന്നതിന് കാരണം ഈ ഉരുണ്ട് വരുന്ന ഈ ഗോളത്തിൽ ഒരു ഊർജ്ജം ഉണ്ടാവും. ആ ഊർജ്ജം ഇങ്ങനെ കൂടി കിട്ടുന്നതിനെ കൊണ്ടാണ് കൂടുതൽ ദൂരത്തിലേക്ക് അതിനെ ഇടിച്ച് തെറിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത്. കുറച്ച് ഊർജ്ജം കൊണ്ട് വന്ന് തട്ടുകയാണെങ്കിൽ ഇത് കുറച്ച് ദൂരം പോകും. കൂടുതൽ ഊർജ്ജത്തിലാണ് വന്ന് തട്ടുന്നതെങ്കിൽ ഇത് കൂടുതൽ ദൂരം പോകും. അത്രയേ ഉള്ളൂ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വസ്തുവിൻ്റെ മാസും രണ്ടാമത്തത് വസ്തുവിൻ്റെ പ്രവേഗമായിരിക്കും. രണ്ടാമത്തത് വസ്തുവിൻ്റെ പ്രവേഗം. വി എന്ന അക്ഷരം ഉപയോഗിച്ചല്ലേ ഇത് കാണിക്കുക? ശരിയാ, വിയ. ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് മാസും ഒന്ന് പ്രവേഗമാണ്. ഇനി ഈ മാസും പ്രവേഗവും ഏത് രീതിയിലാണ് നമ്മുടെ ഗതികോർജ്ജത്തെ ഇ-കെനെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇ-കെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇ-കെ നമ്മുടെ ഗതികോർജ്ജം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും സമവാക്യം ഉണ്ടോ? പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാൻ നമ്മൾ mgh എന്ന് പറഞ്ഞൊരു സമവാക്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്തെങ്കിലും ഒരു സമവാക്യം ഉണ്ടോ ഈ ഗതികോർജ്ജം കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് തന്നെ വെറുതെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടേനും 1/2 mv² ആണ്. പക്ഷെ അത് എവിടെ നിന്നാണ് വന്നതെന്നൊന്നും പറഞ്ഞില്ല. നോക്കാം അതെങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ കുട്ടി ചോദിക്കുന്നൊരു സംശയം കണ്ടോ? ഗതികോർജ്ജം കണക്കാക്കാനാകുമോ? യെസ്, ഗതികോർജ്ജം കണക്കാക്കാനാകുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറ്റും. ഇതാണ് നമ്മുടെ സമവാക്യം 1/2 mv². ഇതിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട് പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള സമവാക്യം W=Fs ആണ്. W=Fs ആണ്. പക്ഷേ ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമപ്രകാരം നമ്മൾ മുന്നത്തെ പാഠത്തിലുള്ള ഒരു പരിപാടിയിലും ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അത് പ്രകാരം അതിൻ്റെ ഗണിത രൂപമൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ അവസാനം കിട്ടിയില്ലേ F=ma എന്ന്. F=ma. അപ്പോൾ ഈ എഴുതിയതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ F തന്നെയാണ് ma അല്ലെങ്കിൽ ma തന്നെയാണ് F. ഈ സമത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന സമത്തിൻ്റെ ഇടതുവശത്തും വലത് വശത്തും നിൽക്കുന്ന ആളുകൾ സെയിം ആണെന്നാണ് ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ മേലെ എഴുതിയ W=Fs എന്നുള്ള സമവാക്യത്തിൽ F കാണുന്ന സ്ഥലത്ത് എമ്മേനെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം F-ന് പകരം ma ഗുണിക്കണം S ഇല്ലേ എവിടെ? S. അപ്പോൾ W=ma ഗുണിക്കണം S എന്ന് വരും, അല്ലെങ്കിൽ MAS. നോക്ക്, ഈ ASനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ASനെ നിങ്ങൾ രണ്ടാമത്തെ പാഠത്തിൽ കണ്ടിട്ടുണ്ടാവും. ചലന സമവാക്യങ്ങൾ അതിൽ ഇങ്ങനെ ഒരു സമവാക്യം പഠിച്ചിട്ടുണ്ടാവും. V² U² പ്ലസ് 2as. V² U² പ്ലസ് 2as എന്ന് പറഞ്ഞിട്ട് സമവാക്യം പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ കാണാം ഒരു as. നമുക്ക് കിട്ടിയ സമവാക്യത്തിൽ ഒരു as ഉണ്ടായിരുന്നു. അപ്പോൾ ഈ V²ൻ്റെ സമവാക്യത്തിന് എന്തൊക്കെയോ രീതിയിലൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ASനുള്ള ഒരു സമവാക്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമത്തിൻ്റെ ഒരു സൈഡിൽ ASനെ മാത്രം വെക്കുക, ബാക്കിയുള്ളവരെല്ലാം മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകാം. നോക്കാം, ASനെ ഇവിടെ തന്നെ വെക്കുന്നത്, ഈ വലത് സൈഡിൽ തന്നെ AS നിൽക്കട്ടെ. നമുക്ക് ഒരു വസ്തു ചലിച്ച് തുടങ്ങുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ ഒരു വസ്തു നിശ്ചലമായിരിക്കുന്നു പിന്നെ ചലിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ പ്രവേഗം U0 ആയിരിക്കുമല്ലോ. U0 ആയിരിക്കും, അല്ലെങ്കിൽ U0 അങ്ങ് പരിഗണിക്കാം. ആദ്യ പ്രവേഗം 0 പരിഗണിക്കുകയാണെങ്കിൽ നമ്മുടെ സമവാക്യം V² U² പ്ലസ് 2as എങ്ങനെ മാറും? V² U²ന് പകരം 0ൻ്റെ വർഗം പ്ലസ് 2as. ഇത് ടി അല്ല, ഇത് പ്ലസ് ആണ്. U² മാറിയിട്ട് 0² പ്ലസ് 2as. 0ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 0ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ഗുണിക്കണം 0. 0നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം V² 0ൻ്റെ സ്ക്വയർ 0 ആയതുകൊണ്ട് എഴുതുന്നില്ല. V² 0 പ്ലസ് 2as അല്ലേ? 0 പ്ലസ് 2as എന്ന് പറഞ്ഞാൽ 2as തന്നെ. അപ്പോൾ V² 2as എന്ന് കിട്ടും. ഇവിടെ നിന്ന് ASന് ഒരു സമവാക്യം ഉണ്ടാക്കിയെടുക്കാം. ASനെ ഇവിടെ തന്നെ വെക്കാം. ഈ ഗുണിക്കണം 2 അപ്പുറത്തേക്ക് പോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ V² ഉണ്ട്. ഈ ഗുണിക്കണം 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കണം 2 എന്നാവും. അതായത് V²/2 AS. തിരിച്ചൊന്ന് എഴുതിയാൽ AS V² ഹരിക്കണം 2. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ASനൊരു സമവാക്യം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമവാക്യത്തിന് V²/2 എന്നുള്ള ഈ സമവാക്യത്തിന് ASന് പകരം എഴുതാലോ. ഇവിടെയുള്ള ഈ ASന് പകരം ഇനി V²/2 എന്ന് എഴുതാം. പുതിയ പേജിൽ എഴുതാം. W=Fs മാറി MAS എന്നായി അല്ലേ? ഇനി ASന് പകരം AS V² ഹരിക്കണം 2 എന്നൊരു സമവാക്യം ഇപ്പോൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ W=MAS എന്ന് എഴുതിയെടുത്തിൽ ASന് പകരം നമ്മൾ എഴുതും V²/2. അപ്പോൾ W=M ഗുണിക്കണം
എസിന് പകരം വി സ്ക്വയർ ഹരിക്കണം 2, വി സ്ക്വയർ ഹരിക്കണം 2. ഈ നമ്പറിന് കിട്ടുകയാണെങ്കിൽ, സമവാക്യത്തിൽ നമ്പറിന് കിട്ടുകയാണെങ്കിൽ അതിനെ പിടിച്ച് ആദ്യം വെച്ചേക്കണം. അപ്പോൾ നമുക്ക് എഴുതാം ഡബ്ല്യു സമം ഈ 2 പുറത്തേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് എടുത്ത് എഴുതുമ്പോൾ അത് 1/2 എന്ന് എഴുതാം അല്ലേ. 1/2 ഗുണിക്കണം എം ഗുണിക്കണം വി സ്ക്വയർ, അതായത് ഡബ്ല്യു സമം അര എം വി സ്ക്വയർ എന്ന് വരും, അല്ലെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ എന്നെല്ലാം പറയാം. നമുക്ക് വേണ്ടത് എന്താ? ഊർജത്തിൻ്റെ സമവാക്യം, ഗതികോർജത്തിൻ്റെ സമവാക്യം. ശരി, ഇവിടെ കിട്ടിയത് പ്രവൃത്തിയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രവൃത്തി തന്നെ ഊർജ്ജമായിട്ട് മാറുന്നതെന്ന്. അപ്പോൾ നമുക്ക് വേണ്ട ഗതികോർജത്തിൻ്റെ സമവാക്യം, ഗതികോർജത്തിനെ നമ്മൾ ഇ കെ എന്ന് കാണിക്കും. ഇ കെ സമം അര എം വി സ്ക്വയർ എന്ന് എഴുതാം. ഇ കെ സമം അര എം വി സ്ക്വയർ എന്ന് എഴുതാം. ഇത് മൊത്തം പഠിക്കാനാവുന്നില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ സമവാക്യം ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഇ കെ സമം അര എം വി സ്ക്വയർ. ഇതൊക്കെ ടെക്സ്റ്റിനകത്ത് തന്നെ ഉണ്ട്. അതിൽ നമ്മൾ ഈ ചലന സമവാക്യം എടുത്തല്ലോ. ചലന സമവാക്യം എടുക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചലമായി നിൽക്കുന്ന വസ്തുവിന് ചലന സമവാക്യം എടുക്കുന്നതിനോട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. നമ്മളിപ്പോൾ ചലിക്കുന്ന വസ്തുവിൻ്റെ കാര്യമാണ് നോക്കുന്നത്. കാരണം നമുക്ക് വേണ്ടത് ഗതികോർജത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം. ഗതികോർജത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ, ഗതികോർജം എന്ന് പറഞ്ഞാൽ തന്നെ ചലിക്കുന്ന വസ്തുവായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ചലന സമവാക്യം എടുത്തിട്ട് നമ്മൾ അവസാനമായിട്ട് ഗതികോർജം കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യം ഇ കെ സമം അര എം വി സ്ക്വയർ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചുള്ള കുറച്ച് കണക്കൊക്കെ ചെയ്യണം. ഈ ഇ കെ എന്ന് പറഞ്ഞാൽ ഗതികോർജം എന്നറിയാം. എം എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? അത് മാസമാണ്, എം മാസമാണ്. വി എന്ന് പറഞ്ഞാൽ അത് പ്രവേഗമാണ്. വി അല്ല നമുക്ക് വേണ്ടത്, വിൻ്റെ സ്ക്വയറാണ്. ഈ വർഗ്ഗം എടുക്കാൻ മിക്കവാറും മറന്നു പോകാൻ സാധ്യതയുണ്ട്. അത് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. വി അല്ല, വി സ്ക്വയറാണ്. ഇനി അവസാനം എഴുതിയ കാര്യം ഒന്ന് വായിച്ചു നോക്കാം. എം എന്നത് കിലോഗ്രാം യൂണിറ്റിലുള്ള മാസും, വി എന്നത് മീറ്റർ പെർ സെക്കൻഡിലുള്ള പ്രവേഗവുമാണെങ്കിൽ ഇ കെ സൂചിപ്പിക്കുന്നത് ജൂൾ യൂണിറ്റിലുള്ള ഗതികോർജ്ജമാണ്. അപ്പോൾ ഗതികോർജ്ജം കിട്ടുന്നത് ലാസ്റ്റ് നമ്മൾ എടുക്കുന്നത് കിലോഗ്രാമും അതുപോലെ മീറ്റർ പെർ സെക്കൻഡും, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമിലും പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലും ആണെങ്കിൽ അവസാനം കിട്ടുന്ന ഗതികോർജ്ജത്തിൻ്റെ അളവ് അത് ജൂളിലായിരിക്കും. ജൂൾ ഓർമ്മയുണ്ടല്ലോ, ഊർജ്ജത്തിൻ്റെയും പ്രവൃത്തിൻ്റെയും യൂണിറ്റായിട്ട് വരുന്ന ആളാണ് ജൂള്. ജെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ സൂചിപ്പിച്ചത്. നേരെ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ സമവാക്യം ഉപയോഗിച്ചിട്ട് കുറച്ച് ഗതികോർജ്ജം കണ്ടുപിടിക്കുന്ന ഒരു ടേബിളാണ് കാണുന്നത്. ഒന്നാമത്തെ ടേബിളിൽ വസ്തുവിൻ്റെ മാസ്, രണ്ടാമത്തത് വസ്തുവിൻ്റെ പ്രവേഗം, എന്നിട്ട് ഗതികോർജ്ജം കണ്ടുപിടിക്കാം. വസ്തുവിൻ്റെ മാസ് 10 കിലോഗ്രാം ആയിരിക്കുമ്പോൾ അതിൻ്റെ പ്രവേഗം 2 മീറ്റർ പെർ സെക്കൻഡും ആണെങ്കിൽ അതിൻ്റെ പ്രവേഗം അര ഗുണിക്കണം 1/2 ഗുണിക്കണം മാസ് 10. 1/2 ഗുണിക്കണം 10 ഗുണിക്കണം വിൻ്റെ സ്ക്വയർ, അതായത് 2ൻ്റെ സ്ക്വയർ എഴുതി നോക്കാം. 1/2 ഗുണിക്കണം അര എം വി സ്ക്വയർ അല്ലേ, അര എം വി സ്ക്വയർ. അപ്പോൾ 1/2 ഗുണിക്കണം ഇവിടെയുള്ള എം എന്ന് പറഞ്ഞാൽ 10ആണ്, പ്രവേഗം 2ഉം. അപ്പോൾ 10 ഗുണിക്കണം 2ൻ്റെ വർഗ്ഗം. 2ൻ്റെ വർഗ്ഗം എടുക്കണം, നിർബന്ധമായിട്ടും വർഗ്ഗം എടുക്കണം. അപ്പോൾ നമുക്ക് എഴുതാം 1/2 ഗുണിക്കണം 10 ഗുണിക്കണം 2ൻ്റെ വർഗ്ഗം 4 എഴുതാം. ഒന്നെങ്കിൽ 4 എന്ന് എടുത്ത് എഴുതാം, അല്ലെങ്കിൽ ഈ 2 സ്ക്വയറിനെ 2 ഗുണിക്കണം 2 എന്ന് മാറ്റി എഴുതിയിട്ടും ചെയ്യാം. വേണ്ട, 2ൻ്റെ സ്ക്വയർ 4 അറിയുന്നതുകൊണ്ട് 4 എന്ന് എഴുതുന്നത്. താഴെ ഒരു 2 ഉണ്ട്, മേലെ 4ൽ 2 ഉണ്ട്. അപ്പോൾ 10 ഗുണിക്കണം 2 എന്ന് വരും. 10 ഗുണിക്കണം 2 20 അല്ലേ, 20 ജൂൾ എന്ന് വരും. നോക്കാം ശരിയാണോ? ശരിയാണ്, 20 ജൂളാണ്. ഇനി രണ്ടാമത്തെ അവസരത്തിൽ വസ്തുവിൻ്റെ മാസ് 5 കിലോഗ്രാമാണ്. അതിൻ്റെ പ്രവേഗം 2 മീറ്റർ പെർ സെക്കൻഡുമാണെങ്കിൽ അര എം വി സ്ക്വയർ തന്നെയാണ്. അര ഗുണിക്കണം 5 ഗുണിക്കണം പ്രവേഗം 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ പ്രവേഗത്തിൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4 തന്നെ വീണ്ടും വരും. 1/2 ഗുണിക്കണം 5 ഗുണിക്കണം 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ താഴെയും മേലെയും പൊതുവായിട്ട് 2 ഉണ്ട്. 2ൽ ഒരു 2, 4ൽ 2. അപ്പോൾ 5 ഗുണിക്കണം 2 സമം 10 ജൂൾ എന്ന് വരും. 10 ജൂൾ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ 10. അടുത്തതായിട്ട് വസ്തുവിൻ്റെ മാസ് വരുന്നത് 10 കിലോഗ്രാമും പ്രവേഗം 4ഉം. ചെയ്ത് നോക്കാം. അര എം വി സ്ക്വയർ തന്നെ. അര ഗുണിക്കണം 10 ഗുണിക്കണം 4ൻ്റെ സ്ക്വയർ സമം 1/2 ഗുണിക്കണം 10 ഗുണിക്കണം 4ൻ്റെ സ്ക്വയർ 16. 4ൻ്റെ സ്ക്വയർ 16. താഴെ 2ൽ ഒരു 2, 16ൽ 8, 2 16. അപ്പോൾ 10 ഗുണിക്കണം 8 സമം 80 ജൂൾ എന്ന് വരും. 80 ജൂൾ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് 80 ജൂൾ എന്ന് വരും. 80 ജൂൾ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. 80 ജൂൾ. ലാസ്റ്റ് പോയിന്റ് നോക്ക്. വസ്തുവിൻ്റെ മാസ് 10ഉം അതിൻ്റെ പ്രവേഗം 1ഉം. ചെയ്ത് നോക്കാം എത്ര ഗതികോർജ്ജം വരും. വീണ്ടും അര എം വി സ്ക്വയർ തന്നെ. എം എന്ന് പറഞ്ഞാൽ 10, എം എന്ന് പറഞ്ഞാൽ 10. വിക്ക് പകരം നമ്മൾ എഴുതും 1. 1ൻ്റെ വർഗ്ഗം. ശരി, ചെയ്ത് നോക്കാം. 1/2 ഗുണിക്കണം
10 ഗുണിക്കണം 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ എഴുതിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ലല്ലോ. 1/2 10 കൊണ്ട് ഗുണിച്ചാൽ എന്ന് വെച്ചാൽ 10ൻ്റെ പകുതിയാടാ 5 അല്ലേ. 5 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ 5 തന്നെ, മാറ്റമൊന്നുമില്ല. 5 ജൂൾ എന്ന് വരും, 5 ജൂൾ. അപ്പോൾ ലാസ്റ്റത്തെ ആൻസർ വരിക 5 ജൂൾ എന്നാണ്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ടേബിൾ നോക്കിയാൽ നമ്മൾ ഇടയ്ക്ക് വസ്തുവിൻ്റെ മാസിലൊരു മാറ്റം വരുന്നുണ്ട്, ചില സമയത്ത് വസ്തുവിൻ്റെ പ്രവേഗത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്. അങ്ങനെ വസ്തുവിൻ്റെ മാസിലോ പ്രവേഗത്തിലോ ഒക്കെ മാറ്റം വരുത്തുമ്പോൾ എന്ത് മാറ്റമാണ് ഗതികോർജ്ജത്തിൽ വരുന്നതെന്നുള്ള അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ടേബിൾ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെ ടേബിൾ വേണമെന്നില്ല, അല്ലാണ്ടുള്ള ഒരു രീതിയിലുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ ചോദ്യം, വസ്തുവിൻ്റെ മാസ് 2 മടങ്ങാക്കി വർദ്ധിപ്പിക്കുന്നു. വസ്തുവിൻ്റെ മാസ് 2 മടങ്ങാക്കി വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജ്ജത്തിൽ എന്ത് മാറ്റം വരും നോക്കാം. വസ്തുവിൻ്റെ മാസ് നമുക്ക് ആദ്യം അറിയുന്ന കാര്യത്തേക്കാം. EK = 1/2 mv² ആണെന്ന് നമുക്കറിയാം. 1/2 mv² ആണെന്നുള്ള കാര്യം അറിയാം. ഇനി വസ്തുവിൻ്റെ മാസ്, ഇവിടെ EK = 1/2 mv² എന്ന് പറഞ്ഞാൽ ഇവിടെ വസ്തുവിൻ്റെ മാസ് എമ്മും വസ്തുവിൻ്റെ പ്രവേഗം വിയും. ഇനി ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ മാസ് 2 മടങ്ങാക്കിയാൽ എന്ത് വ്യത്യാസം വരുന്നു. അതായത് എമ്മിന് പകരം 2m ആയാൽ, എമ്മിന് പകരം 2m ആയാൽ നമ്മൾ നേരത്തെ എം നിർത്തിയതിൽ 2m നേടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 1/2 ഗുണിക്കണം 2m ഗുണിക്കണം v² എന്നുണ്ടാവും. 1/2 mv² പകരം 1/2 2mv², രണ്ടും രണ്ടും വെട്ടിപ്പോവും, ബാക്കി ഉണ്ടാവുക mv². ആദ്യം നമ്മളെ കയ്യിലുള്ളത് 1/2 mv², ഇപ്പോൾ ഉള്ളത് mv². ഇതിൻ്റെ ഇരട്ടിയല്ലേ? ശരി, ഇരട്ടിയാണ്. അപ്പോൾ മാസിൽ ഇരട്ടിയായാൽ, മാസ് ഇരട്ടിയായാൽ 2 ഗുണിക്കണം 2 അല്ലേ, ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ മാസ് ഇരട്ടിയായാൽ ഗതികോർജ്ജം എന്താവും? ഗതികോർജ്ജം 2 മടങ്ങാവും. ഇനി മാസ് 3 മടങ്ങാക്കുന്നതെന്ന് വെച്ചോ, മാസ് 3 മടങ്ങാക്കിയാൽ ഗതികോർജ്ജം 3 മടങ്ങാവും, ഗതികോർജ്ജവും 3 മടങ്ങാവും. മാസ് 4 മടങ്ങാക്കിയാൽ ഗതികോർജ്ജം 4 മടങ്ങാവും. മാസിൽ എന്ത് വ്യത്യാസമാണോ വരുന്നത് അതേ വ്യത്യാസം തന്നെ ഗതികോർജ്ജത്തിലും കാണും. ഇനി പ്രവേഗത്തിലെ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാലോ, പ്രവേഗത്തിലെ വ്യത്യാസം വരുന്നത് നമ്മൾ വീണ്ടും സമവാക്യം എടുത്ത് എഴുതാം. EK = 1/2 mv². പ്രവേഗത്തിലെ വ്യത്യാസം വരുന്നത്, പ്രവേഗം 2 മടങ്ങാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രവേഗം എങ്ങനെയാണ് ബാധിക്കുന്നത്? പ്രവേഗത്തിൻ്റെ വർഗ്ഗമായിട്ടാണ് ഗതികോർജ്ജത്തിനെ ബാധിക്കുന്നത്. പ്രവേഗം മാറ്റിയാൽ ഇപ്പോൾ 1 മീറ്റർ/സെക്കൻഡിൽ പോകുന്ന ഒരു വസ്തുവാണെന്ന് വെച്ചോ, അതിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കി 2 ആക്കിയാൽ എന്ത് മാറ്റാൻ ഗതികോർജ്ജത്തിൽ വരിക എന്ന് വെച്ചാൽ അതിൻ്റെ വർഗ്ഗമായിട്ടാണ് മാറ്റം വരിക. ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും നോക്കണ്ട. ഇപ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം 2 മടങ്ങാക്കി കഴിഞ്ഞാൽ, ഏത് വസ്തു ആയാലും അതിൻ്റെ പ്രവേഗം 2 മടങ്ങാക്കിയാൽ 2ൻ്റെ വർഗ്ഗം v² എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? v² എന്ന് പറഞ്ഞാൽ 2ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 4 അല്ലേ, 4. അപ്പോൾ 4 മടങ്ങായിട്ടാണ് ഗതികോർജ്ജം കൂടുക. പ്രവേഗം 2 മടങ്ങാക്കിയാൽ 2ൻ്റെ വർഗ്ഗം 4 ആയിട്ടാണ് ഗതികോർജ്ജം കൂടുക. പ്രവേഗം 3 മടങ്ങാക്കിയാലോ 3ൻ്റെ വർഗ്ഗം 9 ആയിട്ട് ഗതികോർജ്ജം കൂടും. ഇനി പ്രവേഗം 4 മടങ്ങാക്കിയാലോ, പ്രവേഗം 4 മടങ്ങാക്കിയാൽ 4ൻ്റെ വർഗ്ഗം 16, അപ്പോൾ 16 മടങ്ങായിട്ട് ഗതികോർജ്ജം കൂടും. ഇനി നമുക്കുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെ. ഒരു മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ 10 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. മോട്ടോർ സൈക്കിളിനും യാത്രക്കാരനും കൂടിയുള്ള മാസ് 300 കിലോഗ്രാമാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് അവിടെ അങ്ങ് എഴുതി വെക്കുന്നുണ്ട്, m = 300 കിലോഗ്രാം. ചെയ്യേണ്ട കാര്യം, ചോദ്യം 1, 2, 3 പ്രാവശ്യം വായിച്ച് നോക്കിയിട്ട് മാത്രമേ ഉത്തരം തുടങ്ങാവൂ. ഉത്തരം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ കിട്ടിയ കാര്യങ്ങൾ അത് ആദ്യം എഴുതി വെക്കുക, എന്നിട്ടാണ് ബാക്കി പരിപാടികളും. ശരി, എന്തായാലും 300 കിലോഗ്രാമാണ് മൂപ്പരുടെ മൊത്തം മാസ്. ആ മോട്ടോർ സൈക്കിൾ നടന്നതാണ്, ബൈക്ക് സ്കൂട്ടർ എന്നെല്ലാം പറഞ്ഞ സാധനമില്ലേ, അതിൻ്റെ മാസ് വരുന്നത് 300 കിലോഗ്രാം. രണ്ടാളെയും കൂടി മാസ് 300 കിലോഗ്രാമും. ഈ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രവേഗം v = 10 മീറ്റർ/സെക്കൻഡും എന്ന് തന്നിട്ടുണ്ട്. ഇനി A ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സൈക്കിളിൻ്റെയും മോട്ടോർ സൈക്കിളിൻ്റെയും യാത്രക്കാരൻ്റെയും കൂടിയുള്ള ഗതികോർജ്ജം എത്രയായിരിക്കും? ഗതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം. EK = 1/2 mv². അപ്പോൾ നമ്മൾ എഴുതും 1/2 ഗുണിക്കണം m തന്നിട്ടുണ്ട്, m 300 കിലോഗ്രാമാണ്. അപ്പോൾ 1/2 ഗുണിക്കണം 300 ഗുണിക്കണം v എത്രയാ? v 10. അപ്പോൾ 10ൻ്റെ വർഗ്ഗം, 10ൻ്റെ സ്ക്വയർ. ശരി, ചെയ്ത് നോക്കാം. 1/2നെ 300 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 10ൻ്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കാം. ഇവിടുന്ന് തൽക്കാലം വേണമെങ്കിൽ കട്ട് ചെയ്യാം. മേലെയും താഴെയും പൊതുവായിട്ട് 2 ഉണ്ട്. 2ൽ 1 2, 300ൽ 150 2 ഉണ്ടാവും.
അപ്പോൾ 150 ഗുണിക്കണം അല്ലെങ്കിൽ 150 ഗുണിക്കണം 10ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 15ഉം അല്ല 150ഉം 2 പൂജ്യം അല്ലേ? യെസ്, ഇതെത്രയാ? 15,000 അല്ലേ? 15,000 ജൂൾ. 15,000 ജൂളായിരിക്കും മൂപ്പരുടെ ഗതികോർജ്ജം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നോക്ക്. ബി ക്വസ്റ്റ്യൻ. വേഗം 2 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ ഗതികോർജ്ജം എത്രയായിരിക്കും? എടാ വേഗം 2 മടങ്ങാക്കിയാൽ 2ൻ്റെ വർഗ്ഗം 4 അല്ലേ? 2ൻ്റെ വർഗ്ഗം 4. അപ്പോൾ 4 മടങ്ങായിട്ടാണ് ഗതികോർജ്ജം കൂടുക. നമുക്കറിയാം. വേണമെങ്കിൽ ഇപ്പം ചെയ്ത പോലെ ഒന്ന് ചെയ്തു നോക്കാം. നിലവിൽ ഇയാളുടെ പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഇനി പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡ് അല്ല, അതിൻ്റെ ഇരട്ടി എടുക്കുന്നത് കൊണ്ടോ 2 മടങ്ങായി വർദ്ധിപ്പിക്കുന്നു. 10ൻ്റെ ഇരട്ടി 20, 10ൻ്റെ ഇരട്ടി 20. അപ്പോൾ 20 മടങ്ങാക്കി വർദ്ധിപ്പിച്ചാൽ ഗതികോർജ്ജത്തിൽ എന്ത് വ്യത്യാസം വരും? ചെയ്ത് നോക്കാം. ഗതികോർജ്ജം കണ്ടുപിടിക്കേണ്ട സമവാക്യം വീണ്ടും mv² തന്നെ. അപ്പോൾ 1/2 ഗുണിക്കണം 1/2 ഗുണിക്കണം മാസിൽ വ്യത്യാസമൊന്നുമില്ല. മാസ് 10 കിലോ അല്ലേ? അല്ല 300 കിലോഗ്രാമാണ്. 300 കിലോഗ്രാം ഗുണിക്കണം v². v എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ നമ്മൾ 2 മടങ്ങാക്കിയില്ലേ? എടാ നേരത്തെ 10 ഉള്ളൂ, ഇപ്പോൾ 2 മടങ്ങാക്കി വർദ്ധിപ്പിച്ച് അപ്പോൾ 20 കിലോഗ്രാം ഉണ്ടാവും. 20ൻ്റെ വർഗ്ഗം 20² അല്ലേ? ഇവിടെ വീണ്ടും വെട്ടാം. 300ലും 2ലും പൊതുവായിട്ട് 2ൽ ഒരു 2, 300ലാണെങ്കിൽ 150 2 ഉണ്ടാവും. അപ്പോൾ 150 ഗുണിക്കണം 20ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ എടുക്കുക 4, അതും 2 പൂജ്യവും 400 എന്ന് വരും. 150നെ 400 കൊണ്ട് ഗുണിക്കാൻ വേണ്ടി എന്താ ചെയ്യാം? 0നെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. 15നെ 4 കൊണ്ട് ഗുണിക്കുക. 15ൻ്റെ ഇരട്ടി എടുക്കുക 30, 30 60, അത്രയേ ഉള്ളൂ. അപ്പോൾ 60ഉം ഒരു പൂജ്യം ഉണ്ടാവും, പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച പൂജ്യങ്ങളും എല്ലാ പൂജ്യം കൂടെ ആകുമ്പോൾ 60,000 എന്ന് വരും. 60,000 ജൂൾ. യൂണിറ്റ് വേണം, നിർബന്ധമാണ്. 60,000 ജൂൾ. എടാ നേരത്തെ ഉണ്ടായിരുന്നത് 15,000. 15K എന്ന് കേട്ടേനാ. K 1000 എന്നറിയാലോ. 15,000 ആദ്യം ഉള്ളത്. ഇപ്പോൾ ആണെങ്കിലോ അത് 60K ആയി, അല്ലെങ്കിൽ 60,000 ആയി. 15,000 ആദ്യമേ ഉള്ളൂ, ഇപ്പോഴാണെങ്കിൽ 60,000 ആയി. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ശരിയാ. പ്രവേഗം 2 മടങ്ങാക്കുമ്പോൾ ഗതികോർജ്ജം എന്തായി? 4 മടങ്ങായിട്ട് വർദ്ധിക്കുക ചെയ്തത്. നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത് സിമ്പിൾ ചോദ്യം. ഒരു അത്ലറ്റ് 6 കിലോഗ്രാം മാസുള്ള ഒരു ഷോട്ട് 12 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ എറിയുന്നു. ഈ അവസരത്തിൽ ഷോട്ടിൻ്റെ ഗതികോർജ്ജം എത്രയായിരിക്കും? എടാ ഷോട്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഗതി മനസ്സിലായോ? ഷോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഷോട്ട് പുട്ടിനുള്ളിൽ എടുക്കുന്ന ഒരു ഉണ്ട പോലത്തെ സാധനം ഇല്ലേ? ഇരുമ്പിൻ്റെ ഉണ്ട പോലത്തെ സാധനം. യെസ്, അതാണ് ഷോട്ട്. ഈ ഷോട്ടിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട്, എം തന്നിട്ടുണ്ട്, 6 കിലോഗ്രാമാണ്. റെഡി? അതുപോലെ ഒരു സംഗതിയും കൂടെ തന്നിട്ടുണ്ട്. പ്രവേഗം v = 12 മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് ഒക്കെ ഓക്കെയാണ്, SI യൂണിറ്റിലൊക്കെയാണ് തന്നിട്ടുള്ളത്. ചോദ്യം ഷോട്ടിൻ്റെ ഗതികോർജ്ജം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. EK = ½ mv² = 1/2 ഗുണിക്കണം m 6 ഗുണിക്കണം v എന്ന് പറഞ്ഞാൽ 12 അല്ല 12ൻ്റെ വർഗ്ഗം എടുക്കണം. 12² അല്ലേ? 12². 1/2ലും 6ലും പൊതുവായിട്ട് 2 ഉണ്ട്, വെട്ടിയേക്കാം. 2ൽ ഒരു 2, 6ൽ 3 2. അപ്പോൾ 3 ഗുണിക്കണം 12ൻ്റെ സ്ക്വയർ 144. 144. അപ്പോൾ 144 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 432 എന്ന് വരും. 432, 4 3 2, ഇത്രയും ജൂൾ ഉണ്ടാവും. 432 ജൂൾ ഉണ്ടാവും. എടാ ഇവിടെ ഗുണിക്കുമ്പോൾ വേണമെങ്കിൽ വേറൊരു ചെറിയ പരിപാടി ഉണ്ട്. ഈ ½ mv² എന്ന് എഴുതിയത് ഗുണിക്കണം 6 ഗുണിക്കണം 12². അപ്പോൾ 12² വേണമെങ്കിൽ 12 ഗുണിക്കണം 12 എന്ന് മാറ്റി എഴുതിയിട്ട് പിന്നെ വെട്ടിയാലും മതി, നിങ്ങളെ സൗകര്യത്തിന്. എന്തായാലും ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ 432 ജൂൾ എന്ന് വരും നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെസൺ വലുപ്പമുണ്ട്, വായിച്ചു നോക്കാം. ചോദ്യം എന്താ? 0.5 കിലോഗ്രാം 0.5 കിലോഗ്രാം മാസുള്ള ഒരു ബോൾ തറനിരപ്പിൽ നിന്ന് നിശ്ചിത ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഉയരത്രയും തന്നിട്ടില്ല. എ ക്വസ്റ്റ്യൻ. ഈ ബോളിലെ സ്ഥിതികോർജ്ജം 98 ജൂൾ ആണെങ്കിൽ ബോൾ എത്ര ഉയരത്തിലായിരിക്കും? ജീൻ്റെ വില തന്നിട്ടുണ്ട്. അതില്ലെങ്കിൽ നമുക്കറിയാലോ 9.8 ബോൾ സ്വതന്ത്രമായി താഴേക്ക് പതിക്കുകയാണെങ്കിൽ തറയിൽ പതിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ഗതികോർജ്ജം എത്രയായിരിക്കും? തറയിൽ പതിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്. തറയിൽ പതിച്ചാലുള്ള പ്രശ്നം എന്താ? അത് നിശ്ചലാവസ്ഥയിൽ പോകും. നിശ്ചലാവസ്ഥയിൽ പോയാൽ പിന്നെ ഗതികോർജ്ജത്തിനെ പറ്റി ചിന്തിച്ച് കാര്യമില്ലല്ലോ. ചലിക്കുന്ന വസ്തുവിനല്ലേ ഗതികോർജ്ജമുള്ളൂ. ശരി, നോക്കാം എന്താ പരിപാടി. തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം. മാസ് തന്നിട്ടുണ്ട്. മാസ് m = 0.5 കിലോഗ്രാം. 0.5 കിലോഗ്രാം യൂണിറ്റ് എഴുതിയേക്കാം. പിന്നെ വേറെന്താ തന്നിട്ടുള്ളത്?
സ്ഥിതികോർജ്ജം തന്നിട്ടുണ്ട്. സ്ഥിതികോർജ്ജം ഇ പി എന്നാണ് അതിനെ സൂചിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇ പി തന്നിട്ടുണ്ട് 98 ജൂള്. 98 ജൂൾ. ഒരാളും കൂടെ ഉണ്ട്. ജീൻ്റെ വില നമുക്കറിയാം, എന്നാലും ഓരോ സന്തോഷത്തിന് ഒരു തന്നിട്ടുണ്ട് 9.8 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് കാണുമ്പോൾ നല്ല രസമല്ലേ? 98ഉം 9.8ഉം ഒരു പോയിന്റ് വന്നൊന്നുമില്ലല്ലോ. ശരി, എന്തായാലും എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്ര ഉയരത്തിലാണ് ഈ ബോൾ ഉള്ളത്? നിലവിൽ സംഗതി തറനിരപ്പിൽ നിന്ന് എത്രയോ ഉയരത്തിലായിട്ടൊരു ബോളുണ്ട്. ആ ബോളിൻ്റെ മാസമൊക്കെ തന്നിട്ടുണ്ട്. ഈ ബോൾ എത്ര ഉയരത്തിലാണ് ഉള്ളതെന്നാണ് നിലവിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ചെയ്തു നോക്കാം. അപ്പോൾ തന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നിലവിലെടുത്ത് എഴുതി. കണ്ടുപിടിക്കേണ്ടത് ഉയരം. എന്തായാലും സ്ഥിതികോർജ്ജം തന്നിട്ടുണ്ട്. സ്ഥിതികോർജ്ജം ഒന്നും കൂടെ എടുത്തെഴുതുന്നത് സ്ഥിതികോർജ്ജം ഇ പി സമം 98 ജൂൾ അല്ലേ? ഇ പി സമം 98 ജൂൾ. ഓക്കെ. പക്ഷേ ഇ പി കണ്ടുപിടിക്കാനുള്ള സമവാക്യം എം ജി എച്ച് അല്ലേ? ഇ പി എന്ന് പറഞ്ഞാൽ എം ജി എച്ച് അല്ലേ? അപ്പോൾ എം ജി എച്ച് സമം 98 ജൂൾ എന്ന് എഴുതിയാലും തെറ്റില്ലല്ലോ. ഇ പി എന്ന് പറഞ്ഞാൽ 98 ജൂളാന്ന് തന്നിട്ടുണ്ട്. ഇ പി സമം എം ജി എച്ച് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എം ജി എച്ച് സമവും 98 തന്നെ, ഇ പി സമവും 98 തന്നെ. എമ്മും ജിയും ചോദ്യത്തിലുണ്ട്. എം എന്ന് പറഞ്ഞാൽ 0.5 0.5 കിലോഗ്രാമാ. 0.5 ഗുണിക്കണം ജി എന്ന് പറഞ്ഞാൽ 98 ഗുണിക്കണം എച്ച് എന്ന് പറഞ്ഞാൽ ഇല്ല അറിഞ്ഞൂടാ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സമം 98 എന്നല്ലേ ഉള്ളത്? 98 അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അറിഞ്ഞൂടാത്ത ഇവനെ മാത്രം ഈ സൈഡിൽ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് പോട്ടെ. എച്ച് സമം ഇവിടെ 98 ഉണ്ട്. ഈ സെറ്റിനെ അങ്ങനെ തന്നെ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുവിട്. ഗുണിക്കണം 0.5 ഗുണിക്കണം 98 എന്നാണ്. നേരെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 98 ഹരിക്കണം 0.5 ഇൻറ്റു 98 എന്ന് വരും. ഒന്ന് മാറ്റി എഴുതാം. ശരി, 98 ഹരിക്കണം 0.5 ഗുണിക്കണം 9.8 എന്നാണ്. ഇത് ഗുണിക്കണം ഹരിക്കണം എന്നൊക്കെ ഹരിക്കണമെങ്കിൽ ഗുണിക്കണേ പ്രശ്നമില്ല. ഹരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പോയിൻ്റ് ഒഴിവാക്കണം. താഴെ നോക്കുമ്പോൾ 2 പോയിൻ്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് 2 0 വരുന്ന 100 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 100 കൊണ്ട് താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പ്രശ്നമാണ്. മേലെയും കൊണ്ടുപോയി ഗുണിക്കണം, അല്ലെങ്കിൽ സംഖ്യ മാറിപ്പോവും. അപ്പോൾ മേലെയും എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഗുണിക്കുന്നു. എന്ന് വെച്ചാൽ 100/100 കൊണ്ട് ഗുണിക്കുന്നു, അത്രയേ ഉള്ളൂ. 100/100 എന്ന് പറഞ്ഞാൽ 1. ഏത് സംഖ്യേനെ 1 കൊണ്ട് ഗുണിച്ചാൽ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ശരി, 98നെ 100 കൊണ്ട് ഗുണിക്കും. 98നെ 100 കൊണ്ട് ഗുണിച്ചാൽ 98ഉം 2 0 കിട്ടാൻ പറ്റും. നേരെ താഴേക്ക് വരുന്നത് 0.5 ഗുണിക്കണം 9.8 ഗുണിക്കണം 100 എന്നാണ്. ആ 100 കയറി നിൽക്കുമ്പോഴത്തേക്ക് രണ്ടാളെയും 2 പോയിൻ്റ് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: 5 ഗുണിക്കണം 98. 5 ഗുണിക്കണം 98. മേലെയും താഴെയും പൊതുവായിട്ട് സൂപ്പറായിട്ടൊരു 98നെ കാണുന്നുണ്ട്. 98ൽ എത്ര 98? ഒരു 98. ഈ 98ലും ഒരു 98, പിന്നെ ആ 2 പൂജ്യങ്ങളും. അപ്പോൾ 100 സമം 100 ഹരിക്കണം 5 എന്നുണ്ടാവും. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ, അല്ലെങ്കിൽ 100ൽ എത്ര 5 ഉണ്ട്? ഇവിടെ 25 ഉണ്ട്, 20. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരിക എച്ച് ഉയരം എം ജി എച്ച് അല്ലേ? എം ജി എച്ച് ആയി എഴുതിക്കൊണ്ടെന്ന്. എം ജി എച്ചിലെ എച്ച് സമം 20 എന്ന് വരും. 20 മീറ്ററാണ്. 20 മീറ്റർ. കാരണം ഉയരം കണ്ടുപിടിച്ചാൽ ഉയരത്തിൻ്റെ യൂണിറ്റ്, ഉയരത്തിൻ്റെ എസ് യൂണിറ്റ് മീറ്റർ. അപ്പോൾ നമുക്ക് കിട്ടി 20 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. 20 മീറ്റർ എന്നാണ് ഈ ബോൾ ഇപ്പോൾ നിൽക്കുന്നത്. ബി ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ബോൾ സ്വതന്ത്രമായി താഴേക്ക് പതിക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ കൈ പിടിച്ചിട്ടുള്ളത്, ഇനി 20 മീറ്റർ ഈ ബോളിനെ നേരെ താഴേക്ക് വിടുകയാണെങ്കിൽ തറനിരപ്പ് എത്തുന്നതിന് തൊട്ട് മുമ്പ്, തറയിൽ തൊടുന്നതിൻ്റെ തൊട്ട് മുൻപ് അതിൻ്റെ ഗതികോർജ്ജം എത്രയായിരിക്കും? ഗതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമ്മുടെ കയ്യിലുണ്ട്, ഒരു പ്രശ്നമില്ല, ചെയ്തു നോക്കാം. ഗതികോർജ്ജം ഇ കെ ആണ്. ഇ കെ സമം അര എം വി സ്ക്വയർ. അര എം വി സ്ക്വയർ സമം അര എന്ന് പറഞ്ഞാൽ അര തന്നെ. എം തന്നിട്ടുണ്ട് 0.5 ആണ് എന്ന് തന്നിട്ടുണ്ട്. വി സ്ക്വയർ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് വി സ്ക്വയർ തന്നെ എഴുതണം. ഈ വി സ്ക്വയർ എവിടെ നിന്ന് കിട്ടും? വി സ്ക്വയർ കിട്ടാനൊരു പണിയുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് തിരിച്ചു പോയാൽ വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞൊരു സമവാക്യം പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടാവും. നമ്മളിപ്പോൾ ഉപയോഗിച്ച സമവാക്യം വീണ്ടും വേണം ഇവനെ. അപ്പോൾ വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as. ഇനി യു 0 ആയിരിക്കുമല്ലോ എന്തായാലും, നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അത് ചലിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ആദ്യ പ്രവേഗം 0 ആയിരിക്കും, യു 0 ആയിരിക്കും. നമുക്ക് എഴുതാം വി സ്ക്വയർ സമം 0 സ്ക്വയർ പ്ലസ് 2as. ഇവിടെ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വസ്തു സ്വതന്ത്രമായിട്ട് താഴേക്ക് പതിക്കാൻ വേണ്ടി പോവുക. ഈ ബോൾ ഫ്രീ ആയിട്ട് താഴേക്ക് പതിക്കാൻ വേണ്ടി പോവുക. നിർബാധം താഴേക്ക് പതിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നിർബാധം പതിക്കുന്ന ഈ ബോളിൻ്റെ മേലെ ആകെ ഇവിടെ എഫക്റ്റ് ചെയ്യുക നമ്മുടെ ഭൂഗുരുത്വാകർഷണ ബലം മാത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് വെറും ത്വരണമായിരിക്കില്ല, ഗുരുത്വാകർഷണ ത്വരണ. അപ്പോൾ എക്ക് പകരം നമുക്ക് ജി എന്ന് എഴുതാം. ജീൻ്റെ വില നമുക്കറിയാം. ഇനി വസ്തുവിൻ്റെ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ അകലാണ് സ്ഥാനാന്തരം അല്ലേ? എസ്
ഇവിടെ ഈ സ്ഥാനാന്തരം ഏത് തന്നെയാണ്? എടാ അത് ഹൈറ്റ് തന്നെയായിരിക്കും, ഈ ഉയരം തന്നെയായിരിക്കും ഇതിൻ്റെ സ്ഥാനാന്തരമായിട്ട് വരിക. കാരണം വസ്തുവിൻ്റെ ആദ്യ സ്ഥാനം ഇവിടെ, അന്ത്യസ്ഥാനം ഇവിടെ. അങ്ങനെയാണെങ്കിൽ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഈ നേർരേഖാ ദൂരം ഇത് തന്നെയാണ് ഇതിൻ്റെ ഉയരം. അങ്ങനെയാണെങ്കിൽ എസ് സമം എച്ച് എന്നും കൂടി എഴുതാം. എസ് സമം എച്ച്. ശരി, എച്ച് നമ്മളെ കയ്യിലുണ്ട്, ജി നമ്മളെ കയ്യിലുണ്ട്, യു കയ്യിലായി. അപ്പോൾ വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ്, അതായത് 0 സ്ക്വയർ പ്ലസ് 2 ഗുണിക്കണം എ എന്ന് പറഞ്ഞാൽ ജി ആന്ന് പറഞ്ഞു, എ ഇസ് ഈക്വൽ ടു ജി. ജി 9.8 9.8 ഇൻറ്റു അല്ലെങ്കിൽ ഗുണിക്കണം എച്ച്. എച്ച് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ, അത് 20. എസ് ആണ്, എസ് സമം എച്ച്, അതുകൊണ്ട് 20 സമം വി സ്ക്വയർ സമം യു 0ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 പോട്ടെ. 2 ഗുണിക്കണം 9.8 ഗുണിക്കണം 20. 2നെ 20നെയും കൂടെ വേണമെങ്കിൽ ആദ്യം തന്നെ ഗുണിച്ചേക്കാം. അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ 40 എന്ന് വരും. 40 ഗുണിക്കണം 9.8, 40 ഗുണിക്കണം 9.8, 98നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെയാണ് ഇതിൻ്റെ സിമ്പിൾ പരിപാടി. 40നെ 98 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര വരും? 40നെ 98 ആദ്യം 9.8 സോറി, 40നെ 9.8 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 392 എന്നല്ലേ വരിക? 392. 98നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ആ പോയിൻറ്റും 0 കൂടി അങ്ങ് ക്യാൻസലായി പോകും. അപ്പോൾ വി സ്ക്വയർ സമം 392 എന്നുണ്ടാവും. നമുക്ക് വി സ്ക്വയർ അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ഗതികോർജ്ജമാണ്. അപ്പോൾ വി സ്ക്വയർ ഇവിടെ കിട്ടിയിട്ടുണ്ട് 392. നമുക്ക് വേണ്ടത് ഇ കെ സമം വീണ്ടും എഴുതുന്നു അര എം വി സ്ക്വയർ സമം 1/2 ഗുണിക്കണം എം എന്ന് പറഞ്ഞാൽ 0.5, 0.5 5 എന്ന് എടുത്ത് പോരുത്, 0.5 ഗുണിക്കണം വി സ്ക്വയർ. വി സ്ക്വയർ നമുക്ക് ഇപ്പോൾ കിട്ടി. എടാ വി സ്ക്വയർ നമുക്ക് കിട്ടിയത്, അതിനെ പിന്നെയും കൊണ്ടുപോയിട്ട് അതിൻ്റെ റൂട്ട് എടുത്ത് പിന്നെയും വർഗ്ഗമൊന്നും കാണണ്ട, വി സ്ക്വയർ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ വി സ്ക്വയറിൻ്റെ വില 392. ഈ 0.5 എന്ന് പറഞ്ഞാൽ എടാ ഈ 0.5 കൊണ്ട് ഉദ്ദേശിക്കുന്ന പകുതി എന്ന് തന്നെയല്ലേ, അരാന്ന് തന്നെയല്ലേ, അങ്ങനെയല്ലേ? അപ്പോൾ ഈ 0.5നെ 1/2 എന്ന് എഴുതിയാൽ തെറ്റില്ലല്ലോ. 0.5നെ 1/2 എന്ന് എഴുതിയാൽ തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? 1/2 ഗുണിക്കണം 0.5 നമ്മൾ 1/2 എന്ന് തന്നെ എഴുതും. 1/2 ഗുണിക്കണം 392. അരയും ഗുണിച്ചാൽ അര ഗുണിക്കണം അര, 1/2 ഗുണിക്കണം 1/2 എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ 392 ഹരിക്കണം 4 എന്ന് വരും. 392 സമം 1/2 ഗുണിക്കണം 1/2 ഗുണിക്കണം 392, അതായത് 1/4 ഗുണിക്കണം 392. സ്ഥലമില്ല. 392നെ 4 കൊണ്ട് ഹരിച്ചാൽ 392നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 98 ജൂൾ എന്നാണ്. 98 ജൂൾ. അപ്പോൾ നമുക്ക് കിട്ടി ഈ കെ സമം 98 ജൂൾ. ഇനി നിങ്ങൾ ചോദ്യത്തിൻ്റെ ആദ്യത്തിലേക്കൊന്ന് പോയി നോക്ക്. ചോദ്യത്തിൻ്റെ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ വസ്തുവിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന സ്ഥിതികോർജ്ജം 98 ജൂളാണ്. നമ്മളിപ്പോൾ അവസാനം ഇതിൻ്റെ ഗതികോർജ്ജം കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അതും 98 ജൂൾ തന്നെ. അതായത് ഈ വസ്തു ഇല്ലെങ്കിൽ ഈ ബോൾ തറനിരപ്പിൽ നിന്ന് നിലവിലിപ്പോൾ 20 മീറ്റർ ഉയരത്തിലാണുള്ളത്. അങ്ങനെ 20 മീറ്റർ ഉയരത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇ അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം എത്രയും 98 ജൂള്. അതേസമയം ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോൾ അതിന് ഗതികോർജ്ജം ഉണ്ടാവുമോ? ഗതികോർജ്ജം 0 ആയിരിക്കും. ഇനി നേരെ താഴേക്ക് വരുമ്പോൾ ഇ പി എന്തായി പോവും? ഇ പി സ്വാഭാവികമായിട്ടും H 0 ആകുന്നതുകൊണ്ട് ഇ പി അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം 0 പോവും. അതേസമയം ഗതികോർജ്ജം നമുക്ക് ഇപ്പോൾ കിട്ടി. ഗതികോർജ്ജം ഇ കെ സമം 98 ജൂള്. ഈ ഗതികോർജ്ജം ആദ്യം ഉണ്ടായിരുന്നില്ല അല്ലേ? ആദ്യം ഗതികോർജ്ജം ഇല്ലേനോ? ആദ്യം സ്ഥിതികോർജ്ജം മാത്രമേ ഉള്ളൂ, പിന്നെ ഗതികോർജ്ജം. ഇല്ലാത്ത ഗതികോർജ്ജം ഇത് എവിടെ നിന്ന് ഉണ്ടായി വന്ന്? ആദ്യം ഇ കെ 0 അല്ലേ? ഇത് എവിടെ നിന്ന് ഉണ്ടായി? നമ്മൾ ഉണ്ടാക്കിയാണോ? അല്ല. ഇനി ഉണ്ടായിരുന്ന ഈ 98 ജൂള് സ്ഥിതികോർജ്ജം എങ്ങോട്ട് പോയി? ലാസ്റ്റിലേക്ക് വരുമ്പോൾ കണ്ടോ ഇ പി 0 ആയിപ്പോയി. ഇ പി സ്ഥിതികോർജ്ജം 0 ആയിപ്പോയി. ഈ ഉണ്ടായിരുന്ന 98 ജൂൾ ഉണ്ടായിരുന്ന ഈ സ്ഥിതികോർജ്ജം എങ്ങനെയാണ് 0 ആയിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്കുണ്ടായിരുന്ന ഈ സ്ഥിതികോർജ്ജമാണ് ഗതികോർജ്ജമായിട്ട് മാറിയിട്ടുള്ളത്. കണ്ടോ സെയിമാ 98 ജൂൾ തന്നെ കിട്ടിയിട്ടുണ്ട്. 98 കൂടിയിക്കില്ല, 98 കുറഞ്ഞിക്കില്ല. എന്ന് വെച്ചാൽ
അതിൻ്റെ ആകെ ഊർജ്ജത്തിൽ, ആകെ ഊർജ്ജം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വസ്തുവിൻ്റെ മൊത്തം ഊർജ്ജം, എന്തൊക്കെ ഊർജ്ജം ഉണ്ടോ അതെല്ലാം കൂടിയും കൂട്ടിയത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും, അപ്പോൾ അത് രണ്ടും കൂടിയും കൂട്ടിയേക്കാം. ഇതിൻ്റെ ആകെ ഊർജ്ജത്തിൽ വ്യത്യാസം ഉണ്ടോ? എടാ ആദ്യം 98 തന്നെയാണ്. 98 പൂജ്യം കൂടെ കൂട്ടിയാൽ ഇവിടെയുള്ള സ്ഥിതികോർജ്ജം ഗതികോർജ്ജം കൂടെ കൂട്ടിയാൽ 98 കൂട്ടണം 0 എന്ന് വരും. അത് കൂട്ടിയാൽ 98. ഏറ്റവും താഴെ നോക്കിയാലും അങ്ങനെ തന്നെ. താഴെ ബോൾ തൊട്ടില്ല, തറയിൽ തൊട്ടില്ല എന്നുള്ള അവസരത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ആകെ ഊർജ്ജം കണ്ടുപിടിച്ചാൽ 98 കൂട്ടണം 0 എന്ന് വരും. 98 തന്നെ. അപ്പോൾ ഇതിൻ്റെ ആകെ ഊർജ്ജത്തിൽ വ്യത്യാസമൊന്നുമില്ല. ആകെ ഊർജ്ജം കൂടിയിട്ടില്ല, ആകെ ഊർജ്ജം കുറഞ്ഞിട്ടില്ല. ഇല്ലാതിരുന്ന ഒരു ഊർജ്ജത്തിനെ, ഇല്ലാതിരുന്ന ഈ ഗതികോർജ്ജത്തിനെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല, അത് ഉണ്ടായി വന്നതാണ്. എവിടെ നിന്ന് ഉണ്ടായി വന്ന്? ആദ്യം ഉണ്ടായിരുന്ന സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായിട്ട് മാറി. അങ്ങനെ താഴേക്ക് വരുന്നതിനനുസരിച്ച്, ഇതിൻ്റെ ഉയരം കുറയുന്നതിനനുസരിച്ചിട്ട് സ്ഥിതികോർജ്ജം കുറഞ്ഞ് വന്ന് ലാസ്റ്റ് 0 ആയിപ്പോയി. ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രവേഗം കൂടി വരും. അങ്ങനെ പ്രവേഗം കൂടുന്നത് കൊണ്ട് ഗതികോർജ്ജം കൂടി ആദ്യം എത്രയാണോ സ്ഥിതികോർജ്ജം ഉണ്ടായെന്ന് അത്രയും ഗതികോർജ്ജം ഉണ്ടായി. ശരി, ഇപ്പോൾ പറഞ്ഞ കാര്യം സത്യത്തിലൊരു നിയമമായിട്ട് അറിയപ്പെടും. ഊർജ്ജ സംരക്ഷണ നിയമം എന്നാ പറയാം. എന്താ സംഗതി എന്ന് പറഞ്ഞാൽ, ഊർജ്ജത്തെ നിർമ്മിക്കാൻ പറ്റില്ല, അതുപോലെ നശിപ്പിക്കാനും പറ്റില്ല. നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് ഊർജ്ജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ മാറ്റാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മളിപ്പോൾ ചെയ്ത പോലെ സ്ഥിതികോർജ്ജത്തിനെ ഗതികോർജ്ജാക്കിയില്ലേ, അതുപോലെ ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷേ നിർമ്മിക്കാനും നശിപ്പിക്കാനും പറ്റില്ല. ഇങ്ങനെ ഊർജ്ജത്തിനെ മാറ്റുമ്പോൾ കൂടുതലും കുറവും ഉണ്ടാവില്ല, ലാഭവും ഉണ്ടാവില്ല, നഷ്ടവും ഉണ്ടാവില്ല. ഇനി ഈ സ്ഥിതികോർജ്ജത്തിനെ ഗതികോർജ്ജാക്കി എന്ന് പറഞ്ഞല്ലോ, സ്ഥിതികോർജ്ജത്തിന് ഗതികോർജ്ജാക്കൽ മാത്രമാണോ നടക്കുന്നതെന്ന് വെച്ചാൽ അല്ല. അങ്ങനെ ഒരുപാട് പരിപാടി നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഊർജ്ജത്തിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഊർജ്ജ പരിവർത്തനം, എനർജി ട്രാൻസ്ഫോർമേഷൻ അല്ലേ, ഊർജ്ജ പരിവർത്തനം. ഇവിടെ വൈദ്യുത മോട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വൈദ്യുത മോട്ടറിലേക്ക് കിണറ്റിൽ വെക്കുന്നത് അത് തന്നെ സാധനം. വൈദ്യുത മോട്ടർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വൈദ്യുത മോട്ടർ ചെയ്യുന്ന പരിപാടി വൈദ്യുതോർജ്ജം സ്വീകരിച്ചിട്ട്, വൈദ്യുതോർജ്ജം ഉപയോഗിച്ചിട്ട് അതിനെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഇനി ആദ്യം എളുപ്പമുള്ള രണ്ടെണ്ണം പറയാം. കറണ്ടില്ലേ, വൈദ്യുതോർജ്ജം. സെയിം വൈദ്യുതോർജ്ജം ഒരു ഫാനിലേക്കാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വൈദ്യുതോർജ്ജം എന്തായി മാറും? ഫാനിന്ന് യാന്ത്രികോർജ്ജമായിട്ട് മാറും. ഇനി ഇതേ വൈദ്യുതോർജ്ജം ഒരു ബൾബിലേക്കാണ് കൊടുക്കുന്നതെങ്കിലോ, വൈദ്യുതോർജ്ജം ബൾബിലേക്ക് കൊടുക്കുമ്പോൾ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നു? പ്രകാശോർജ്ജമായി മാറുന്നു. കുറച്ച് താപോർജ്ജം ഉണ്ടാവും. പിന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പെട്രോൾ കാറുകളുടെ പരിപാടി എന്താ? അതിൽ പെട്രോളോ ഡീസലോ പെട്രോൾ കാറോ ഡീസൽ കാറോ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അതിനകത്തുണ്ടാകുന്ന ഊർജ്ജം രാസോർജ്ജമായിരിക്കും. കെമിക്കൽ എനർജി എന്ന് പറയും. ഈ രാസോർജ്ജം എടുത്തിട്ട് എന്ത് ചെയ്യും? പെട്രോൾ കാറായാലും ഡീസൽ കാറായാലും മൂപ്പരെ പരിപാടി രാസോർജ്ജം എടുക്കും, എന്നിട്ട് ഗതികോർജ്ജമാക്കി മാറ്റും. പെട്ടെന്ന് നമ്മളെ മനസ്സിൽ യാന്ത്രികോർജ്ജം വരിക. യാന്ത്രികോർജ്ജം തന്നെയാണല്ലോ ഗതികോർജ്ജം. യാന്ത്രികോർജ്ജത്തിൻ്റെ ഒരു വിഭാഗമാണല്ലോ ഗതികോർജ്ജം. വണ്ടി ഉണ്ടാക്കുന്നത് ഓടിച്ച് കളിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഓടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചലിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജം കൃത്യമായിട്ട് ഗതികോർജ്ജമായിരിക്കുമല്ലോ. അപ്പോൾ പെട്രോൾ കാറുകൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോ. പെട്രോൾ കാറുകൾ രാസോർജ്ജത്തെ ഗതികോർജ്ജമാക്കിയിട്ടാണ് മാറ്റുന്നത്. വേറെ ഒന്ന് പറയുകയാണെങ്കിൽ ബാറ്ററീൻ്റെ അകത്ത് രാസപ്രവർത്തനം നടക്കുകയാണ്. രാസപ്രവർത്തനം നടന്നിട്ടാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. അപ്പോൾ ബാറ്ററിയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ സെയിം തന്നെയാണ്. രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. സെയിം രാസോർജ്ജം തന്നെയാണ്, പക്ഷേ വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇനി സൈക്കിൾ ഡൈനാമോ കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ സൈക്കിളിൻ്റെ മുകളിലൊക്കെ കാണാം സൈക്കിൾ ഡൈനാമോ. നമ്മൾ ചവിട്ടുന്നതിനനുസരിച്ച് ലൈറ്റ് കത്തും. ചവിട്ടുന്നതിന് സ്പീഡ് കൂട്ടിയാൽ, അല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ കൂട്ടിയാൽ അതിൻ്റെ ലൈറ്റ് കത്തുന്നതും കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ നടക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ യാന്ത്രികോർജ്ജം കൊടുക്കും. ആ യാന്ത്രികോർജ്ജത്തിനെ ഡൈനാമോ പിടിച്ചിട്ട് എന്താക്കി മാറ്റും? വൈദ്യുതോർജ്ജമാക്കി മാറ്റും. പിന്നെ പ്രകാശോർജ്ജമാക്കി മാറ്റും. ബൾബിലേക്ക് പോകുമ്പോൾ അത് പ്രകാശോർജ്ജമാക്കി മാറ്റും. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനി ഒരു ഇസ്തിരിപ്പെട്ടിയിലേക്കാണ് വൈദ്യുതോർജ്ജം കൊടുക്കുന്നതെങ്കിൽ വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റും? ഇസ്തിരിപ്പെട്ടി ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജ്ജമാക്കി മാറ്റും. സോളാർ സെല്ല് കണ്ടിട്ടുണ്ടോ? സോളാർ സെല്ലിൻ്റെ പരിപാടി എന്താ? സൗരോർജ്ജം സ്വീകരിക്കും. സൗരോർജ്ജത്തിനെ പിടിച്ചിട്ട് വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയല്ലേ ചെയ്യാം. യെസ്, അങ്ങനെ ഊർജ്ജ പരിവർത്തനം നടക്കുന്നുണ്ട്. പല സ്ഥലത്തും നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്. ഇനി നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ കാണാം. ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ ഊർജ്ജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റു രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം. ഊർജ്ജത്തെ പിടിച്ച് സംരക്ഷിച്ച് വെച്ചിരിക്കും. നമുക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. പിന്നെ ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. അതുപോലെ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് ഊർജ്ജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും.
റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ താഴെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രവൃത്തിയും ഫുള്ള് പഠിച്ച് ഊർജ്ജവും ഫുള്ള് പഠിച്ച്. പ്രവൃത്തിൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ പറഞ്ഞത് ജൂളാണ്. ഇനി ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പവും പറഞ്ഞ് ജൂള്. അപ്പോൾ രണ്ടിൻ്റെ യൂണിറ്റ് സെയിമാണ്, രണ്ടിനും ഒരേ യൂണിറ്റാണ്. രണ്ടിനും പൊതുവായിട്ടുള്ള സാമ്യതകൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാമ്യതകളാണ് പ്രവർത്തിക്കും ഊർജ്ജത്തിനും പൊതുവായിട്ടുള്ള സാമ്യതകളാണ് കൊടുത്തത്. അതിൽ അവർ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടും അദിശ അളവുകളാണ് എന്നാണ്. രണ്ടും അദിശ അളവുകളാണ്. നമ്മളിപ്പോൾ പറഞ്ഞ് രണ്ടിനും ഒരേ യൂണിറ്റാണുള്ളത്. അപ്പോൾ പ്രവർത്തിക്കും യൂണിറ്റിനും രണ്ടിനും സെയിം യൂണിറ്റാണുള്ളത്. പ്രവർത്തിക്കും ഊർജ്ജത്തിനും ഒരേ യൂണിറ്റാണ് ഉള്ളത്. ഒരേ യൂണിറ്റാണുള്ളത്. അത് ഏതാണെന്ന് വെച്ചാൽ അത് ജൂളാണ്. ജൂൾ. നമ്മളിപ്പോൾ ഊർജ്ജ പരിവർത്തനം പറഞ്ഞില്ല, കുറേ ഊർജ്ജ രൂപത്തിന് ഓരോന്നിനെയും വേറെ രൂപത്തിലേക്ക് മാറ്റുന്ന പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുക ഈ അണക്കെട്ടിൻ്റെ അകത്തുള്ള വെള്ളത്തിനെ കൊണ്ട് എങ്ങനെയാണ് ഈ വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുന്നത്, എന്നിട്ട് എങ്ങനെയാണ് വീട്ടിലുള്ള ഫാനും ലൈറ്റും ബൾബും ഒക്കെ സാധനങ്ങളില്ലേ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വരുന്ന വഴിക്കുള്ള ഊർജ്ജ പരിവർത്തനങ്ങൾ, ഊർജ്ജത്തിൽ വരുന്ന മാറ്റം, ഊർജ്ജ രൂപത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അതും പറഞ്ഞ് പവറിൻ്റെ കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ഏകദേശം തീർന്നെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വിലയിരുത്താമെന്നുള്ള ഭാഗം കൂടെ ഉള്ളൂ. ശരി, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.